നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് കൊല്ലപ്പെട്ട യമൻ ഭവന്റെ തലാലിന്റെ സഹോദരന്മാർ. ആ വിവരത്തിലേക്കാണ്. ഷഹീദ്, മാപ്പ് നൽകാനാകില്ല, വധശിക്ഷ നടപ്പാക്കിയേ മതിയാകൂ എന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണോ ഈ കുടുംബം? രതീഷ്, തീർച്ചയായും അത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ ഏറ്റവും ഒടുവിലും തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം ഈ FB പോസ്റ്റ് വഴി വളരെ കൃത്യമായി വധശിക്ഷ നടപ്പാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്നലെ വിധി, അതായത് സന കോടതിയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധി വന്നതിന് ശേഷം പിന്നാലെയും ഇയാളുടെ പോസ്റ്റ് ഉണ്ടായി. അതായത് ഇങ്ങനൊരു കോടതി വിധി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, വധശിക്ഷ നടപ്പാക്കേണ്ടതുണ്ട്, നീതിപൂർവമായ വിധിയാണ് ഉണ്ടാകേണ്ടത്, ഞങ്ങൾക്ക് സഹോദരൻ നഷ്ടപ്പെട്ടത് അത് പണം വാങ്ങി അത് ക്ഷമിക്കാൻ കഴിയുന്നതല്ല, അതിനുള്ള പ്രതികാര നടപടികൾ വേണം. ആ തരത്തിൽ വളരെ രൂക്ഷമായ പ്രതികരണം നമ്മൾ പറയുന്ന കാര്യം. ഇന്നലെ ഇപ്പം ഈ വധശിക്ഷ നീട്ടിവെച്ചു, എത്ര ദിവസത്തേക്കാണ് നീട്ടിവെച്ചത് എന്ന കാര്യം നമുക്കിപ്പോഴും അതിലൊരു വ്യക്തതയില്ല. പക്ഷെ ഇന്നലെ ഇതിൽ കാര്യമായി ഇടപെട്ട ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തിൽ പറയുന്നുണ്ടായിരുന്നു, അത് കുടുംബവും സഹകരിക്കുന്നുണ്ട്, ബ്ലഡ് മണി സ്വീകരിക്കാമെന്ന് അവർ പറഞ്ഞില്ലെങ്കിലും ഒരു ചർച്ചകൾക്ക് അവർ തയ്യാറാണ്, അതുകൊണ്ടാണ് ഈ വധശിക്ഷ നീട്ടിവെക്കാൻ കഴിഞ്ഞതെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ. അപ്പോൾ കുടുംബത്തിലൊരു ഭിന്നതയുണ്ടോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അതായത് കുടുംബത്തിൽ ചില ആളുകൾ ഓക്കെയാണ് ഈ ബ്ലഡ് മണി സ്വീകരിക്കാൻ, പക്ഷേ ഇപ്പോൾ ഈ മെഹദി സഹോദരനായ മെഹദി ഈ വധശിക്ഷ വേണമെന്ന നിലപാടിൽ അങ്ങനെയാണോ? ആര്യ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തിനകത്ത് പല അഭിപ്രായങ്ങൾ, വ്യത്യാസങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുടുംബത്തിലെ മുതിർന്ന ആളുകളൊക്കെ, കുറച്ച് പ്രായമായ ആളുകളൊക്കെ ഈ ഇപ്പോൾ അനുരഞ്ജന ശ്രമം, അതായത് പ്രത്യേകിച്ചും അവർക്കൊക്കെ സ്വീകാര്യനായ അവിടെയുള്ള സൂഫി വര്യനായ ഹബീബ് ഉമർ, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അംഗീകരിക്കാം എന്നുള്ളൊരു നിലപാടായിരുന്നു മുതിർന്ന അംഗങ്ങളെല്ലാം മുന്നോട്ട് വെച്ചത്. പക്ഷേ അവിടെ കുറച്ച് ചെറുപ്പക്കാർ ഈ വിഷയത്തിൽ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഈ തലാൽ കൊല്ലപ്പെട്ട ആൾക്ക് വേണ്ടി നീതി വേണമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ സജീവമായി രംഗത്തുണ്ട്. അതിലെ ഒരു പ്രതിനിധിയാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന അയാളാണ് ഈ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറഞ്ഞ സഹോദരൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ സഹോദരനെ ഇതിൻ്റെ വഴിയെ കൊണ്ടുവരാനും സമ്മതിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വഴങ്ങുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ തുടർന്നാണ് ഇന്നലെയും ഏറ്റവും ഒടുവിൽ 4 മണിക്കൂർ മുമ്പും അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ തരത്തിൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തങ്ങൾക്ക് താല്പര്യമില്ല, ശിക്ഷ നടപ്പാക്കണമെന്നാണ് പറയാനുള്ളത് എന്ന് തുടങ്ങി. അതായത് കുറേ കാലങ്ങളായി ഞങ്ങൾ ഈ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അതിപ്പോൾ തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് തുടങ്ങി. അതായത് വധശിക്ഷ വേണം, അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിനുള്ള നടപടികളോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഏറ്റവും ഒടുവിലത്തെ FB പോസ്റ്റിലും. ഈ ചർച്ചകൾ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തുകയാണോ എന്ന ആശങ്ക തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ പുതിയ വിവരങ്ങൾ വരുന്നത്. ബ്ലഡ് മണി സ്വീകരിക്കുന്ന കാര്യത്തിൽ കുടുംബത്തിൽ ഒരു യോജിപ്പിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ചർച്ചകൾ അത്ര പോസിറ്റീവ് അല്ല എന്ന തോന്നലുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉൾപ്പെടെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന വലിയ ചോദ്യം നിലനിൽക്കുകയാണ്.